കുന്ദമംഗലം MDMA കേസിൽ മുഖ്യപ്രതിയായ നൈജീരിയൻ പൗരൻ പിടിയിൽ. അന്താരാഷ്ട്ര ലഹരി വിൽപ്പനക്കാരനായ ഫ്രാങ്ക് ചിക്സിയെ നോയിഡയിൽ നിന്നാണ് കുന്ദമംഗലം പോലീസ് പിടികൂടിയത്. ഈ കേസിൽ ടാൻസാനിയൻ സ്വദേശികളായ 2 പേരെ കഴിഞ്ഞ മാസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. കോഴിക്കോട് കാരന്തൂരിലെ ലോഡ്ജിൽ നിന്ന് 227 ഗ്രാം MDMA പിടികൂടിയ കേസിലെ മുഖ്യപ്രതിയാണ് പോലീസിന്റെ പിടിയിലായത്. ഫ്രാങ്ക് ചിക്സി എന്ന നൈജീരിയൻ പൗരനെ നോയിഡയിൽ നിന്നാണ് കുന്ദമംഗലം പോലീസ് പിടികൂടിയത്. കേസിൽ നേരത്തെ പിടിയിലായ ടാൻസാനിയൻ സ്വദേശികളിൽ നിന്നാണ് ഫ്രാങ്കിനെ കുറിച്ച് വിവരം ലഭിച്ചതെന്ന് മെഡിക്കൽ കോളേജ് ACP A. ഉമേഷ് പറഞ്ഞു. ടാൻസാനിയയിൽ പിടിച്ച ആളുകളുടെ ഫണ്ട്, ഒരാളുടെ നമ്മൾ കാണുന്ന ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് പോകുന്ന റൂട്ടുകളാണ് നമ്മൾ കാര്യമായിട്ട് നോക്കുന്നത്. ആ റൂട്ട് നോക്കുമ്പോൾ മ്യൂൾ അക്കൗണ്ടിൽ കൂടെ പോകുന്ന റൂട്ടുകൾ, ഈ മ്യൂൾ അക്കൗണ്ടിൽ കൂടെ പോയാലും ഒരു സ്ഥലത്ത് പിൻവലിക്കണമല്ലോ. ആ പിൻവലിക്കുന്ന സ്ഥലത്ത് നോക്കിയും ആ ആളുകൾ നിരീക്ഷിച്ചുമാണ് നമ്മൾ പിന്നാലെ പോകുന്നത്. ഇത് മാർച്ച് മാസം മുതൽ അന്ന് ആദ്യം പിടുത്തം മുതലുള്ള അതിന് പിന്നാലെ കൂടി കുറച്ച് പേരുടെ ഇത് നമുക്കിവിടെ പ്രസന്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. പക്ഷെ അതിന്റെ പിന്നാമ്പറങ്ങളിലെ വർക്ക് ഹാർഡ് വർക്കാണ് ശരിക്കും. ജനുവരി 21-നാണ് കേസിനാസ്പദമായ സംഭവം. കാരന്തൂരിലെ ലോഡ്ജിൽ നടന്ന പരിശോധനയിൽ 227 ഗ്രാം MDMA-യുമായി മുസമ്മിൽ, അഭിനവ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവരെ ചോദ്യം ചെയ്തതിലൂടെ മുഹമ്മദ് ഷമീൽ എന്നയാളിലേക്കും തുടർന്ന് ടാൻസാനിയക്കാരായ ഡേവിഡ് എൻഡമി, അത്ക ഹറൂണ എന്നിവരിലേക്കും പോലീസ് എത്തി. തുടർന്ന് നടത്തിയ പരിശോധനകളിലാണ് സാമ്പത്തിക ഇടപാടുകൾ ഉൾപ്പെടെ പുറത്തു വന്നത്. പ്രതിയുടെ കൈവശമുള്ള 4 മൊബൈൽ ഫോണുകൾ, 7 സിം കാർഡുകൾ എന്നിവ അന്വേഷണ സംഘം കണ്ടെടുത്തു. ഫാർമസിസ്റ്റ് കൂടിയായ ഫ്രാങ്ക് ചിക്സിയയ്ക്ക് ലഹരി നിർമ്മാണവുമായി ബന്ധമുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കൈരളി ന്യൂസ്, കോഴിക്കോട്.